അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താൻ തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇസ്താംബൂളിൽ നടന്ന പാകിസ്ഥാൻ-അഫ്ഗാനിസ്ഥാൻ സമാധാന ചർച്ചകൾ ഫലം കാണാതെ പിരിഞ്ഞു. TTP ഭീകരരെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമവായമായില്ല. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇസ്താംബൂളിൽ നടന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നിർണായക സമാധാന ചർച്ചകൾ ദീർഘകാല കരാറിലെത്താതെ അവസാനിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായ പ്രധാന വിഷയം. തങ്ങളുടെ മണ്ണിൽ നിന്ന് പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം വ്യക്തവും പരിശോധിക്കാവുന്നതുമായ നടപടികൾ സ്വീകരിക്കണമെന്നതായിരുന്നു പാകിസ്ഥാന്റെ പ്രധാന ആവശ്യം. എന്നാൽ TTP ഭീകരർക്ക് തങ്ങൾക്ക് നിയന്ത്രണമില്ലെന്നും പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘനം പോലുള്ള വിഷയങ്ങൾ അവസാനിപ്പിക്കണമെന്നും അഫ്ഗാൻ ഭരണകൂടം നിലപാടെടുത്തു. ഒക്ടോബറിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്ന രൂക്ഷമായ അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ ആരംഭിച്ചത്. താൽക്കാലിക വെടിനിർത്തൽ തുടരാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചെങ്കിലും ദീർഘകാല സമാധാനത്തിന് ആവശ്യമായ ധാരണയിലെത്താനോ TTP പ്രശ്നത്തിൽ രേഖാമൂലമുള്ള ഉറപ്പു നൽകാനോ താലിബാൻ ഭരണകൂടം തയ്യാറായില്ല. സ്ഥിരമായ സമാധാനത്തിനായുള്ള ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാൻ കഴിയാത്തത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വീണ്ടും വഷളാകാൻ കാരണമായേക്കും. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.